ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചില ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാതെ വരും. നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും കിട്ടാതെ വരും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന എന്ന കർഷകർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു പെൻഷൻ പദ്ധതിയാണ്. ആ പെൻഷൻ പദ്ധതിയെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ, നിങ്ങളിതിന് പ്രാപ്തനാണെങ്കിൽ നിങ്ങളിത് വാങ്ങിയെടുക്കാനും ശ്രമിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഈ ബട്ടണും ഒന്നമർത്തിയാൽ നല്ലതായിരുന്നു. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന എന്നത് ഇന്ത്യയിലെ ചെറു കർഷകരെ ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പെൻഷൻ പദ്ധതിയാണ്. 2019 ഇത് ആരംഭിച്ചു. ഇത് കർഷകർക്ക് വൃദ്ധാവസ്ഥയിൽ സാമ്പത്തിക സുരക്ഷ നൽകുന്നതാണ് പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര കാർഷിക മന്ത്രാലയം. ലക്ഷ്യം ചെറു കർഷകർക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭ്യമാക്കുക. പെൻഷൻ തുക എത്രയാണെന്ന് നമുക്ക് നോക്കാം. പെൻഷൻ തുക 60 വയസ്സിന് ശേഷം 3000 പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയാണ് ഇത്. കർഷകൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 50% കുടുംബ പെൻഷനും ലഭിക്കും. അർഹതാ നിബന്ധനകൾ എന്തൊക്കെ? അർഹതാ നിബന്ധനകൾ ഇതൊക്കെ തന്നെയാണ്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെ, ഭൂമിയുടെ വിസ്തൃതി 2 ഹെക്ടർ അഥവാ 5 ഏക്കർ വരെ ഭൂമിയുള്ള ചെറു കർഷകർക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ ബാധകം. മറ്റ് പെൻഷൻ പദ്ധതിയിൽ അംഗമല്ലാത്തവർ, ഉദാഹരണത്തിന് EPF, NPS, PM, SYM മുതലായവയിൽ അംഗമാകരുത്. കേരള പെൻഷൻ വാങ്ങുന്നതിന് കുഴപ്പമില്ല. എങ്ങനെ നിക്ഷേപിക്കണം? ഞാൻ ഈ ചാർട്ടിൽ കാണിച്ചതുപോലെ ഓരോ വയസ്സുള്ള ആളുകളും ഈ രൂപത്തിലാണ് നിക്ഷേപിക്കേണ്ടത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാനും സാധിക്കും. നിക്ഷേപം എങ്ങനെയാണെന്ന് നോക്കാം. കർഷകന് 18 വയസ്സിൽ ചേർന്നാൽ പ്രതിമാസം 55 രൂപ അടക്കണം. 40 വയസ്സിന് ചേർന്നാൽ പ്രതിമാസം 200 രൂപ അടക്കണം. 18-ാം വയസ്സിൽ 55 രൂപ ഇട്ടാൽ 55 രൂപ ഗവൺമെൻറ്റും ഇടും. അതേപോലെ 200 രൂപ ഇട്ടാൽ ബാക്കി 200 ഗവൺമെൻറ് ഇടും. അങ്ങനെ ഇരട്ടി വെച്ചിട്ട് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3000 രൂപ പെൻഷനായിട്ട് ലഭിക്കുന്ന ഒരു നല്ലൊരു പദ്ധതിയാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെ? അടുത്തുള്ള CSC സന്ദർശിക്കുക. താഴെ പറയുന്ന രേഖകൾ കൊണ്ടുപോകണം: ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഭൂമിയുടെ രേഖകൾ, മൊബൈൽ നമ്പർ. CSC വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. നമുക്ക് ഓൺലൈൻ മുഖേന രജിസ്ട്രേഷൻ നടത്താനും സാധിക്കും. പദ്ധതിയുടെ ഗുണങ്ങൾ: വൃദ്ധാവസ്ഥയിൽ സ്ഥിരമായി വരുമാനം ഉറപ്പ്, സർക്കാർ സഹനിക്ഷേപം, ഓൺലൈൻ എളുപ്പമുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ, കുടുംബത്തിന് സഹായം, കുടുംബ പെൻഷനായിട്ട് ലഭിക്കും. ഗൗരവമായി അറിയേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഇടവിട്ട നിക്ഷേപം ചെയ്താൽ അഥവാ ഇൻസ്റ്റാൾമെൻറ്റ് മിസ് ചെയ്തു പോയി പിഴ അടച്ച് പുനഃപ്രവർത്തനം ചെയ്യാൻ സാധിക്കും. 60 വയസ്സിന് മുമ്പ് പിന്മാറുകയാണെങ്കിൽ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി നിക്ഷേപം തിരികെ ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജിൽ അറിയിക്കുക. ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രാപ്തനാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.